അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു തആല പരിശുദ്ധ ഖുർആനിൽ വിവരിച്ച നബിമാരിൽ ഇന്ന് ഞങ്ങൾ വിവരിക്കേണ്ടത് സുലൈമാൻ നബി അലൈഹിസ്സലാമിനെ കുറിച്ചായിട്ട്. ദാവൂദ് നബി അലൈഹിസ്സലാമിന്റെ മോനായിട്ട് മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാം 12 മക്കളായിട്ട് ദാവൂദ് നബിക്ക് കഴിഞ്ഞതിൽ ഞങ്ങൾ ദാവൂദ് നബി അലൈഹിസ്സലാമിന്റെ ചരിത്രമായിട്ട് ചെന്നു. അപ്പൊ ആ 12 മക്കളിൽ പ്രശസ്തനും മഹാരാജാവുമായിട്ട് സുലൈമാൻ നബി അലൈഹിസ്സലാം 13ാമത്തെ വർഷത്തിൽ തന്നെ ഭരണം ഏറ്റെടുത്ത മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാം 53 വർഷമായിട്ട് ജീവിക്കും. 40 വർഷം ഭരണം നടത്തി. സുലൈമാൻ നബി അലൈഹിസ്സലാം ഭൂലോക ചക്രവർത്തിയായിട്ട്, അതായത് ഇരീക വേൾഡ് ലോകമേ അടക്കി ഭരിച്ച രാജാവായിട്ട് സുലൈമാൻ നബി അലൈഹിസ്സലാം. ആ കാലഘട്ടം ചെന്നെങ്കിൽ ദുരഭിമാനികളല്ല, അതുപോലെ സ്വേച്ഛാധിപതികൾ, ഈ സ്വയഷ്ട പ്രകാരമുള്ള അങ്ങനെ ഭരണം നടത്തല് അക്രമികളല്ല ഭരണം നടത്തിയുന്ന ഒരു കാലഘട്ടം. അപ്പൊ സുലൈമാൻ നബി അലൈഹിസ്സലാം അള്ളാഹുരുടെ ദ്വാരത്ത് ഇങ്ങനെല്ലാം അടക്കി ഭരിക്കലെനിക്കൊരു ഭരണം അത് മോചിതത്തായിട്ട് എനിക്ക് തരണം. അങ്ങനെ ആയിട്ട് സുലൈമാൻ നബി അലൈഹി സ്വലാമുക്ക് അള്ളാഹു ബാക്കി ആർക്കും കൊടുക്കാത്ത എനിക്കൊരു അധികാരം അള്ളാഹു താല കൊടുക്കുക. പക്ഷികളെയും അതുപോലെ വന്യജീവികൾ ഇത് കാട്ടിലുള്ള ആന, സിംഹ, കരടി ഇതുപോലത്തെ വന്യജീവികൾ വരെ സുലൈമാൻ നബി അലൈഹി സ്വലാമുക്ക് അള്ളാഹു സലണ്ടറാക്കി കൊടുത്ത. സുലൈമാൻ നബി അലൈഹി സ്വലാമിടെ അനുസരിക്കരുത്, മനുഷ്യന്മാർ അനുസരിക്കുന്നത്, ജിന്നുകൾ അനുസരിക്കുന്നത്, ജിന്നുകള് കൂട്ടത്തിൽ ഷെയ്ത്താന്മാരില്ല, അങ്ങം എല്ലാവരെയും സുലൈമാൻ നബി അലൈഹി സ്വലാമിന്റെ അധീനത്തിൽ അള്ളാഹു റബ്ബ് സുബ്ഹാനഹു തആല ആക്കി കൊടുത്തു. അപ്പൊ എല്ലാത്തെയും അടക്കി ഭരിക്കുന്ന ഒരു രാജാവായിട്ട് സുലൈമാൻ നബി അലൈഹി സ്വലാം. അപ്പൊ പിശാച്ചുകളിൽ ഷെയ്ത്താന്മാരിൽ നിന്ന് സുലൈമാൻ നബി അലൈഹി സ്വലാം അങ്ങനെ സ്വാർത്ഥകളെ ഉപയോഗമാക്കേണ്ടിട്ട് എന്ന് ചൊന്നതുപോലെ കേൾക്കാത്ത ഷെയ്ത്താന്മാരിനെ അങ്ങനെ സംകല്ലിട്ടിട്ട് കെട്ടിവെച്ച് ബന്ധാക്കിക്കൊണ്ടിരുന്നു. അതൊക്കെ ഷെയ്ത്താന്മാരാക്കിയിട്ട് ആ സ്വറല എടുത്തുన్నారు. മാത്രമല്ല സുലൈമാൻ നബി അലൈഹി സ്വലാമുടെയും പരിവാരത്തെയും രാജാവുടെ പരിവാരത്തെയും വയറ്റിക്കൊണ്ട് പോണ്ടേ അങ്ങനെ തെച്ചിട്ടിരുന്നൊരു സുപ്ര പോലത്തോറ് എന്തൊരു പർവ്വതാനി ചൊല്ല് അതിൽ തെച്ചെങ്കിൽ അതിരെ കാത്തു വയറ്റിക്കൊണ്ട് പോയിട്ട് ഫ്ലൈറ്റ് ഞങ്ങൾ വിമാനം ചൊല്ലില്ലേ, സുലൈമാൻ നബി അലൈഹി സ്വലാമുക്ക് അള്ളാഹു കാത്തിനെ കീഴ്പ്പെടുത്തി കൊടുത്തത്. അപ്പൊ ആ കാത്ത് ചൊന്ന പോലെ കേൾക്കണം, സുലൈമാൻ നബി ചൊന്ന പോലെ കാത്ത് കേൾക്കണം. അപ്പൊ കാത്തിട്ട് ഇന്ന റായത്തിക്ക് എത്വാട്ടം ചൊന്നെങ്കിൽ അത് എത്വാട്ടി കൊണ്ടിരുന്നത്. അങ്ങനെ മാത്രല്ല എല്ലാ ജീവജാലങ്ങളെ പലക്ക സുലൈമാൻ നബി അലൈഹി സ്വലാമുക്ക് മനസ്സിലായോണ്ടിരുന്നു. എല്ലാത്തെയും പലക്കത്തെ അതിലെ ഭാഷ ദാവൂദ് നബി അലൈഹി സ്വലാമിനെ കുറിച്ച് ഞാൻ ഇന്നലെ ചൊന്നത്. അപ്പൊ സുലൈമാൻ നബി അലൈഹി സ്വലാമുക്ക് അതേപോലെ എല്ലാ മൃഗങ്ങൾക്കുള്ള ഭാഷ സുലൈമാൻ നബി അലൈഹി സ്വലാമുക്ക് ഗൊന്തായിട്ട് അതിലൊട്ടിയ പൽക്കറിഞ്ഞുകൊണ്ടിരുന്നത്. അപ്പൊ ദാവൂദ് നബി അലൈഹി സ്വലാം തുടങ്ങി വെച്ച ബൈത്തുൽ മഖദ്ദിസ് ആ പള്ളിയുടെ സ്വറ അത് സുലൈമാൻ നബി അലൈഹി സ്വലാം പൂർത്തിയാക്കിയത്. പിന്നെ അതായത് പിന്നെ മക്കത്ത് ബന്ധ് ഹജ്ജല്ല നിർവഹിച്ചത്. തിരിച്ചു പോകുമ്പോഴത്തേക്കും യമൻ റായത്തെ സൻആ ചൊല്ല അവിടേക്ക് എത്തിയപ്പോൾ, യമനിലെ സൻആ ചൊല്ല ആ സിറ്റിക്ക് എത്തിയപ്പോൾ, ആ റായത്തേക്ക് എത്തിയപ്പോൾ മഹാനായ സുലൈമാൻ നബി അലൈഹി സ്വലാമുടെ ഒട്ടുതിന്ന ഒരു ഹുദുഹുദാൻ ചൊല്ല പക്ഷിയുണ്ട്. രാജാവ് പോകുമ്പോഴത്തേക്കും കുറെ പരിവാര ഒട്ടുകിക്കിടും. അപ്പൊ സുലൈമാൻ നബി അലൈഹി സ്വലാമുടെ ഒട്ടിക്ക് രാജാവല്ലേ, അപ്പൊ എല്ലാ ആളുമാരും കൂടെ ഇക്കിടായിരുന്നു. അപ്പൊ അതിൽ സുലൈമാൻ നബി അലൈഹി സ്വലാമുടെ ഒട്ടുകുന്ന ഒരു പക്ഷിയുണ്ട്, ഹുദുഹുദാണ്, മറക്കുട്ടിക്കാൻ ചൊല്ലും. അത് സുലൈമാൻ നബി അലൈഹി സ്വലാമോട് ഒട്ടുകിക്കിടന്നായിട്ടിക്കണം. അപ്പൊ എന്തെങ്കിലും യാത്ര പോകുമ്പോഴത്തേക്ക് തണ്ണിക്ക് ആവശ്യം ഉണ്ടെങ്കിൽ ഈ മറക്കുട്ടിക്കെ തട്ടി ചെന്നെങ്കിൽ അത് കാട്ടിക്കൊടുക്കണം, ഇന്ന പ്ലേസിൽ തണ്ണിയുണ്ട്. അപ്പൊ സുലൈമാൻ നബി അലൈഹി സ്വലാം സന്നാഹിലെത്തിയപ്പോ ഈ മറക്കുട്ടിക്കടെ കാണില്ല തണ്ണിയുടെ ആവശ്യത്തോ. അപ്പൊ സുലൈമാൻ നബി അലൈഹി സ്വലാം അപ്പൊ ജിന്നുങ്ങളെ ഷെയ്ത്താന്മാരെല്ലാം ഒട്ടുകിക്കില്ല. അങ്ങനെല്ലാം എന്താക്കുന്നത് ആ മിനിറ്റിൽ ഒരു കിണടുത്ത് കൊടുക്കണായിരുന്നു. അപ്പൊ ഇതിനെ കാണില്ലല്ലേ, അപ്പൊ തന്നെ നോക്ക് ഇതിനെ കാണില്ല. അപ്പായിട്ട് ഇത് ചിലപ്പോൾ പാർത്തിട്ട് പണ്ടേ വന്നിട്ട് അമ്മയോടെ പോയി അപ്പ ചെന്ത് ഹുദൂദ ഞാൻ ഈ റായത്തില് യമനില് സബ ചൊല്ലേരിയത്തിൽ ഒരു റാണിയുണ്ട്, ബിൽക്കീസ് റാണിട്ടായിട്ട് ഇമ്മടെ പേര്.
അങ്ങ് അള്ളാഹുക്ക് ഇബാദത്തെടുക്കില്ല, സൂര്യത്തിക്ക് ഇബാദത്തെടുക്കുക കൂട്ടറായിട്ടിരിക്കുന്നത്. അപ്പം അങ്ങനെ ഒരു റാണിയുടെ ഞാൻ കേട്ട അതിൽ അയിമയുടെ ഭരിക്കടെ ഒരു ഭരണാധികാരി അയിമ റാണി ആയിട്ടിക്കട്. അപ്പം അത് ഇവിടെ സഭ ചൊല്ല റായത്തിലായിട്ടിക്കട് ഉള്ളേ ചെന്നിട്ട് അതിന് വിഷയം കേട്ടിട്ടാകുമ്പോൾ അത് അറിയുക ഞാൻ പോയേന്ന് ചെന്ന്. അപ്പം സുലൈമാൻ നബി അലൈഹി സ്വലാം ചെന്ന് എന്നാൽ ഇതിലൊരു സത്യാവസ്ഥ അറിയണമല്ലോ. സുലൈമാൻ നബി അലൈഹി സ്വലാം ഒരു കടലാസ് എഴുതിയിട്ട് വൈന്നഹു മിൻ സുലൈമാന വൈന്നഹു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഖുറാന്റെ ഇടയ്ക്കൊരു ബിസ്മി ഉണ്ടല്ലേ, അത് സുലൈമാൻ നബി അലൈഹി സ്വലാം ബിൽക്കീസ് റാണിക്ക് എഴുതിയ കടലാസ് ആയിട്ടിക്കല് ബിസ്മി എഴുതിയിട്ട് ഇത് സുലൈമാൻ നബി അലൈഹി സ്വലാമിൽ നിന്ന് ഈ കടലാസ് എന്നിട്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ചെന്നിട്ട് എഴുതിട്ട് എന്താ സലണ്ടറായിട്ട് രണ്ട് മുട്ട പറഞ്ഞു ഞാൻ അള്ളാഹുടെ നബി ആയിട്ടിക്കല ഇങ്ങനെ എഴുതിയിട്ട് ഒരു കടലാസ് ആയിട്ടിക്കല് സുലൈമാൻ നബി അലൈഹി സ്വലാം ഹുദുഹുദും ചെല്ല പക്ഷി റൊട്ടിയെ കൊടുത്തിട്ട് ചെല്ല് ഇത് അവിടേക്ക് എത്തുവാട്ടണം, ആ റാണിയുടെ കൈക്ക് പൂലാണ്. മാത്രമല്ല അങ്ങ് എന്തിനാകലെ റിപ്ലൈ അതും കൂടി എത്തുവാട്ടണം. അപ്പം ഈ ഒതുവത് ചെല്ല പക്ഷി ഇതെടുത്തോണ്ട് കൊണ്ടു. അപ്പം അയിമയുടെ സിംഹാസനത്ത് അയിമ തെക്കിട് വലിയൊരു ഇതുണ്ട്, എന്നിട്ട് അയിമയുടെ കട്ടിൽ അതിരെ മേലിൽ എന്തിനുണ്ട് കുബ്ബ പോലത്തുണ്ട്, അതിരെ അവിടെ വെച്ചിട്ട് ഈ പക്ഷി അതിരെ അവിടേക്ക് ഇട്ട് കൊടുത്തു. അപ്പോൾ ബിൽക്കീസ് റാണി വന്നിട്ട് അവ ഈ കടലാസ് കിട്ടിട്ടാകുമ്പോഴത്തേക്കും അത് ഓതിട്ട് അയിമയുടെ മന്ത്രിമാരെല്ലാം വിളിച്ചിട്ട് അങ്ങനെ അഭിപ്രായക്കിത്ത് ഡിസ്കസ് ആക്കിത്ത് ഇങ്ങനെ ഒരു കടലാസ് വന്നിട്ട് സുലൈമാൻ രാജാവിൽ നിന്നായിട്ട് കടലാസ് ഞങ്ങൾ അവിടെ ഇസ്ലാം സ്വീകരിച്ച് ഞങ്ങൾ അവിടെ പോയി ഇസ്ലാം സ്വീകരിച്ച് സറണ്ടർ ആവുന്നുണ്ടായിട്ട് എന്താക്കടെ. അപ്പോൾ മന്ത്രിമാർ ചെന്ന് എന്നാ ഞങ്ങൾ അങ്ങനൊട്ടി യുദ്ധാക്കടം കാക്കാൻ ഞങ്ങളൊട്ടി താക്കത്തള്ളുണ്ടല്ലോ. അപ്പം ഇമ ചെന്ന് ഫസ്റ്റ് ഞങ്ങൾ അയാളെ സംബന്ധിച്ച് അറിയുക എന്ത് കായിട്ടിക്ക് ഈ കടലാസ് കടത്തി അയാളുടെ ഉദ്ദേശം എന്ത് നബിയൊക്കെ എന്തായിട്ട് അയാളെ സംബന്ധിച്ച് അറിയാം എന്ന് വിചാരിച്ചു കൊണ്ടായിട്ട് അയിമ എന്താക്കണമെന്നുണ്ട് കുറേ പാരിതോഷിക ഗിഫ്റ്റ് ഇത് കൊടുത്ത് കടത്തും. കുറേ വെള്ളി ബംഗാർ വജ്ര ഇങ്ങനത്തതെല്ലാം രാജാക്കന്മാർ ഉപയോഗമാക്കിയതിനകത്തെ രാജാക്കന്മാർ കൊടുക്കുന്ന കുറേ ഗിഫ്റ്റുകളെ റെഡിയാക്കിയിട്ട് കുറേ ആൾമാരെയും കൊടുത്തിട്ട് സഭ ചൊല്ല റായത്തെ സുലൈമാൻ നബി അലൈഹി സ്വലാമുക്ക് കടത്തത്. അപ്പോൾ ഹുദൂദ പക്ഷി വന്നിട്ട് വിശേഷം അവിടെ ഇങ്ങനെയുള്ള ഡിസ്കസ് ആയിട്ട് ഇങ്ങനെ ആയിട്ട് തീരുമാനം ആൾമാരുടെ ഒരു വന്നോണ്ടുള്ളത് അവിടുത്തെ അയിമ കൊടുത്തതായ ഗിഫ്റ്റുകളെല്ലാം എടുത്തോണ്ട് കുറേ ബംഗാറ് വെള്ളി ഇതെല്ലാം എടുത്തോണ്ട് വന്നോണ്ടുള്ളത്. അപ്പോൾ സുലൈമാൻ നബി അലൈഹി സ്വലാം ജിന്നുകളെ ടീച്ചും തങ്ങളെ പെട്ടെന്ന് സ്വറാക്കണ ജിന്നുകളെ ടീച്ചും ബംഗാറിയും വെള്ളിയുടെയും ഇഷ്ടികകളെല്ലാം ഉപയോഗമാക്കി വിശാലമായൊരു മൈതാനും കമ്പൗണ്ടും സജ്ജീകരിക്കണം. നിലത്തേക്ക് ബംഗാറും വെള്ളി ഇടണം. ബംഗാറിൻ്റെ ഇട്ടിക വെള്ളിയുടെ ഇട്ടിക കൊണ്ടിട്ട് കല്ല് കൊണ്ടിട്ട് കമ്പൗണ്ട് കെട്ടണം. ഇതെല്ലാം ചൊന്ത് മാത്രമല്ല തെരുടെ രണ്ട് ഭാഗത്ത് കടലിലും കരയിലുള്ള സുന്ദര ചന്തത്തെ ജീവികൾ അതിലെല്ലാം പടന്നിട്ടൂടെ വെക്കണം. അതൊക്കെ ഇവിടെ കാണണം. സുലൈമാൻ നബി അലൈഹി സ്വലാമിൻ്റെ കൊട്ടാരത്തെ എതിർലായിട്ട് ഇതെല്ലാം നിർമ്മിക്കുന്നത് വലിയൊരു മൈതാനം. അപ്പോൾ അതൊക്കെ ആശയതായിട്ട് ബംഗാറും വെള്ളി കെട്ടിയ കമ്പൗണ്ട് ബംഗാറും വെള്ളിയുള്ളത്. ഇതിലാണെങ്കിലോ കടലിലും കരയിലുള്ള സുന്ദര ജീവികൾ ഇതെല്ലാം അണിനിപ്പാട്ടിടും, എല്ലാത്തെയും ലൈനിപ്പാട്ടി എല്ലാം ഇത്. അപ്പോൾ അവിടുത്തെ ഈ ബിൽക്കീസ് റാണിയുടെ ആളുമാർ അങ്ങ് ഗിഫ്റ്റ് എടുത്തുകൊണ്ട് സുലൈമാൻ നബി അലൈഹി സ്വലാമിയുടെ പെട്ട ബണ്ടി വരുമ്പോൾ ആ ബണ്ടേക്ക് മുന്ന് ഇതെല്ലാം റെഡിയാക്കി വെച്ചിട്ടായിരുന്നു. അപ്പോൾ കുറേ നാൾ നടന്നിട്ടെത്തണല്ലേ യാത്ര ചെയ്തിട്ട്. അപ്പം എന്തിനുണ്ട് സുലൈമാൻ നബി അലൈഹി സ്വലാമിൻ്റെ ചുറ്റുഭാഗത്ത് മനുഷ്യന്മാരുള്ളത് ജിന്നുകളുള്ളത് പക്ഷികളുണ്ട്, അതുപോലെ വന്യജീവികളുണ്ട്, പിലി സിംഹ ചിറത്തെ ഇതുപോലത്തെ ജീവികൾ ഇതെല്ലാം നീണ്ടിട്ടുണ്ട്. അപ്പം ഇങ്ങനെ ഈ ബംഗാറും വെള്ളി ഇങ്ങെത്താൻ്റെത് കൊരിയ അപ്പം അങ്ങക്കത് വലിയായിട്ട് ഇവിടെ വന്ന് നോക്കുമ്പോഴത്തേക്കോ നിലത്തേക്ക് ആസീത് ബംഗാർ കമ്പൗണ്ട് ബംഗാർ ഇത് വെള്ളിയെടുത്ത് എല്ലാ ജീവികളും എന്തിരെന്തിര് ചന്തത്തെ എല്ലാം അവിടെ ഉണ്ട്. ഇത് കണ്ടിട്ട് അങ്ങ് അത്ഭുതപ്പെട്ടത്. സുലൈമാൻ നബി അലൈഹി സ്വലാം അതൊന്നും സ്വീകരിച്ചില്ല, അതിലെടുത്തോണ്ടില്ല. അതിനങ്ങനെ പിറവ് കടത്തി നാണ് കടലാസ് എഴുതിയതുപോലെ നക്ക് സറണ്ടർ ആവണം എന്നായിട്ട് സുലൈമാൻ നബി അലൈഹി സ്വലാം. അപ്പോൾ ബിൽക്കീസ് റാണിയുടെ പോയിട്ട് അങ്ങ് ചൊന്നാറ് തെല്ല് ബംഗാറും വെള്ളി ഇതെല്ലാം വജ്രങ്ങളെല്ലാം എടുത്തോണ്ടെന്ന് ചന്തത്തെ എല്ലാം ഗിഫ്റ്റായിട്ട് എടുത്തോണ്ട് വന്നായിട്ട് ഉടനെ ഒന്ന് നോക്കുമ്പോഴത്തേക്കും ഞങ്ങളെ മലയാളത്തിൽ ചൊല്ലല്ലേ ഒരു പലക്കൊണ്ടേനെ കടപ്പുറത്തേക്ക് മണൽ കയറ്റുകയാണ്. കടലിലർക്ക് പൊയ്യലോടടിക്കും പോലെ ചെന്നാൽ അവിടെ എന്ത് പൊയ്യ കൊണ്ടിട്ടുണ്ട്, ഇഷ്ടം പോലെ പൊയ്യല്ലേ.
അപ്പം അതുപോലെ ആയിട്ട് ഇങ്ങനെ ഈ ബംഗാറും വെള്ളിയും വജ്രവും എടുത്ത് വന്നത് അതിനേക്കാൾ എത്രയോ ഇവിടെ ഉണ്ട്. അപ്പം ഇതെല്ലാം സുലൈമാൻ നബി അലൈഹി ഇസ്ലാമുടെ അവിടെ തയ്യാറാക്കി വെച്ചത് ബിൽക്കീസ് റാണിയുടെ ചെന്നിട്ടാകുമ്പോൾ ബിൽക്കീസ് റാണി സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിനെ മുട്ട ബറബ് പറപ്പ് തീരുമാനമാക്കി. അതിമ കൊന്തയ്ക്ക് ഇതൊരു പൈസത്തുക്ക് വേനായിട്ട് ഇതാക്കുന്ന ആളല്ല, നബി ആയിട്ടിക്കട് വലിയ രാജാവായിട്ടിക്കട് എന്ന് മനസ്സിലാക്കി അയിമ തന്നെ അവിടെ എന്താ അവിടെ സബറായത്തെ പറത്താവും. സബറായത്തെ പറത്താകുമ്പോൾ അയിമ അവിടുത്തെ റാണി ആയിട്ടിക്കട്. അപ്പം അയിമക്ക് വലിയ കൊട്ടാറുണ്ട്, കോട്ടെ. അതിൻ്റെ ഉൾക്കത്തിൽ അയിമയുടെ പാലസ്, അതിമ ദീക്കര ഇതുണ്ട്, അയിമയുടെ സിംഹാസനുണ്ട്. അപ്പം അതിൽ ഭയങ്കര ബംഗാറും വെള്ളിയും വജ്രങ്ങളെല്ലാം കൊത്തിവെച്ച ഒരു സിംഹാസനം അയിമക്കുണ്ട്. അപ്പോൾ 7 കോട്ടയുടെ ഉൾക്കത്തിലായിട്ട് 7 ബായിലിട്ടിട്ട് ബന്ധാക്കിയിട്ടായിട്ടിക്കട് എവിടെയെല്ലാം പോലീസുമാരെ നിപ്പാട്ടി വെച്ചിട്ടായിട്ടിക്കട് ഇമെന്താക്കടെ സബ ചൊല്ല റായത്തെ ബൈത്തുൽ മഖ്ദിസ് കയറ്റിക്കട് പുറപ്പെട്ടു. സുലൈമാൻ നബി അലൈഹി സ്വലാം അവിടെ പുറപ്പെട്ടത്. ഇത് അറിഞ്ഞിട്ടാകുമ്പോൾ സുലൈമാൻ നബി അലൈഹി സ്വലാം എന്താക്കിയത് അയിമ വറവ് അയിമ സർപ്രൈസ് ആക്കണം. അപ്പം ജിന്നുകളെയും ഷെയ്ത്താന്മാരെയും പിടിച്ച് ചെന്ന് ഇന്നൊരു ബിൽഡിംഗ് കെട്ടണം. എന്തിനേ സ്ഫടിക കൊണ്ടിട്ട്, അതായത് ഗ്ലാസ് കൊണ്ട് ഒരു കൊട്ടാരം നിർമ്മിക്കുമായിട്ട് ചൊല്ലേ. അങ്ങനെ നിർമ്മിച്ച അപ്പം അയിമയുടെ പുറപ്പെട്ട് വന്നോട്ടുണ്ട്. അപ്പം അയിമയുടെ സിംഹാസനം ഉണ്ടല്ലോ, ആ സിംഹാസനം അതുകൂടെ എത്തണം. അപ്പോൾ കൂട്ടത്തിൽ സുലൈമാൻ നബി അലൈഹി സ്വലാമിക്ക് അടുത്ത് അയിമയുടെ സിംഹാസനത്തിൽ ഇവിടെ 6 കോണുണ്ടാറ്. അപ്പൊ കൂട്ടത്തിൽ ഈ വലിയ ശക്തിയുള്ള ഒരു ശൈത്താനുള്ള ഒരു ജിന്ന് ഇഫ്രീത്ത് ഉണ്ടായിട്ടിരിക്കുക. ഇതെന്ത് നിങ്ങൾ ദച്ചൗട്ട് എണിക്കിടേക്കും എന്നുള്ള ആക്കണുണ്ടേ. ദച്ചൗട്ട് എണിക്കിടേച്ചെങ്കിൽ സുലൈമാൻ നബി അലൈഹി സ്വലാം മനുഷ്യന്മാരെ ആവശ്യത്തിന് അങ്ങനെ എന്തെങ്കിലും പലക്കറി വൈക്കി കളർ ടൈം വെച്ച് കൊടുക്കുന്നുണ്ട്. അത് സാധാരണ ഉച്ചത്തോളിക്കിട് സുബൈക്ക് തെച്ചും ഉച്ചത്തോളിക്കിട് ഇവിടെ എനിക്കിടേക്ക് മുന്നല്ലാണ് എത്തുവട്ടരാണ്ട്. അപ്പൊ സുലൈമാൻ നബി അലൈഹി സ്വലാം ചെന്നല്ല 13 എത്തുവട്ടറാണ് 6 അപ്പായിട്ടിക്കട് സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിന്റെ ശിഷ്യന്മാരിൽപ്പെട്ട ആസഫ് ബിൻ ബർഖിയ എന്നൊരു മഹാനവർകൾ സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിന്റെ മജ്ലിസിലുണ്ട്. സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിന്റെ ശിഷ്യായിട്ട് അയാൾ ചെന്ന് നിങ്ങൾ കണ്ണു മുച്ചിട്ട് പലക്കിടേക്ക് മുന്നൽ ഞാൻ എത്തുവട്ടറാൻ, സെക്കൻഡ് കൊണ്ട് ഞാൻ ഇവിടേക്ക് എത്തുവട്ടറാൻ. അങ്ങനെ ആയിട്ടിക്കട് സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിന്റെ മുമ്പിൽ ആ സിംഹാസനം ഇവിടെ സബറായത്തിൽ നിന്ന് 7 കോട്ടകളുടെ വെച്ച് ബന്ധാക്കി വെച്ച ആ സിംഹാസനം 7 ബായിലിട്ട് ബന്ധാക്കി വെച്ച നമ്മുടെ സിംഹാസനത്ത് ആ പാലസിൽ നിന്ന് ആ കട്ടിലായിട്ട് ആ സിംഹാസനമായിട്ട് ഇവിടെ ഇത്ര സെക്കൻഡ് കൊണ്ട് അത് ഇസ്മുല്ലാദം കൊണ്ട് മഹാനവർകൾ ദ്വാരന്നതായിട്ടിക്കട്. മഹാനവർകൾ വലിയ ആയിട്ടിക്കട്, അള്ളാന്റെ ഔലിയാക്കന്മാരിൽപ്പെട്ട ആളായിട്ടിക്കട്. അപ്പോൾ സുലൈമാൻ നബി അലൈഹി സ്വലാമുക്ക് മോചിതെത്തിക്കുമ്പോൾ ആ മോചിതത്തിലെ ഭാഗമായിട്ടിക്കട് തൻ്റെ ശിഷ്യനിലുണ്ട് അവിടെ കഹാമത്ത്. തൻ്റെ ശിഷ്യനിക്ക് ഇത് കൊണ്ടുവര തീരുന്നെ സുലൈമാൻ നബി അലൈഹി സ്വലാം ഏതായാലും കൊണ്ടുവര തീരില്ലേ. അപ്പൊ ശിഷ്യനിൽ നിന്ന് ഒരു അത്ഭുതം ഉണ്ടാക്കി കാട്ടിക്കൊടുത്ത് സുലൈമാൻ നബി അലൈഹി സ്വലാമിന്റെ ശിഷ്യനായ മനുഷ്യവർഗത്തിൽപ്പെട്ട ആസഫ് ബിൻ ബർഖിയ, മനുഷ്യവർഗത്തിൽപ്പെട്ടവനെങ്കിൽ ജിന്നുങ്ങും സുലൈമാൻ നബി അലൈഹി സ്വലാമോട്ടുള്ളത് ഇഫ്രീത്ത് ശൈത്താന്മാരുള്ളത് അങ്ങനെയുള്ള സറാക്കിടത്. അപ്പൊ അത്രേക്കാരും കഴിവ് മനുഷ്യനുണ്ട് എന്ന് കാട്ടിക്കൊടുത്തേറ്റിരിക്കുന്നു. ആസഫ് ബിൻ ബർഖിയ എന്ന മഹാനവർകൾ ഇസ്മുല്ലാഹും കൊണ്ട് ദ്വാരന്നിട്ടാകുമ്പോൾ സെക്കൻഡ് കൊണ്ട് ആ സിംഹാസന സുലൈമാൻ നബി അലൈഹി സ്വലാമിയുടെ എതിർത്തേക്ക്. സുലൈമാൻ നബി അലൈഹി സ്വലാം അതിരെ ആ ഗ്ലാസ് കൊണ്ട് നിർമ്മിച്ച ബിൽഡിങ്ങിൽ അത് ലഭിച്ചത് ചെറിയൊരു ചേഞ്ചസും അത് കാക്കിയത്. അവിടേക്കും ഇന്നെ പോലെ ചെറിയതൊരു ഈ പറയുന്നത് എടുത്തിട്ട് അപ്പുറം വെച്ചിട്ട് അപ്പുറത്ത് ഇപ്പുറം വെച്ചിട്ട് അങ്ങനെ എല്ലാക്കി ഒരു ഡിസൈൻ തെല്ലി ചേഞ്ച് ആക്കിയത്. അപ്പൊ അയിമ പറമ്പത്തു സുലൈമാൻ നബി അലൈഹി സ്വലാം എന്താക്കിയത് തന്റെ സിംഹാസത്തിന് ഇങ്ങനെ എതിർല തെച്ചത്. അപ്പൊ എതിർലാണെങ്കിലോ ഈ ബിൽഡിങ്ങുകളുടെ കെട്ടിടല്ലേ, അതേ സമയത്ത് എതിർൽ എന്തുണ്ട് ഈ നിലത്ത് ബണ്ട് തെരുളു അവിടെ ഇങ്ങനെ ബണ്ടവിടെ ഈ അതും ഗ്ലാസ് കൊണ്ട് നിർമ്മിച്ച് ജാല്, അതിന്റെ അടിയിൽ തന്നി, അതിലുൾക്കത്തിൽ മീൻ. ഈ ഗ്ലാസ് കാണ്ടേ ഇല്ല, ഈമ ഇത് തന്നെയും ചെന്നിട്ട് അതിൽ പറമ്പത്ത് കാലെടുത്ത് വെക്കത്തിൽ തുണിമേലാക്കിയിട്ടുണ്ട്. അപ്പോൾ സുലൈമാൻ നബി അലൈഹി സ്വലാം ചെന്തേ അതൊന്നും ഇതാക്കൊണ്ടില്ല, അത് ഗ്ലാസ് ആയിട്ട് നടന്നിട്ട് പറയാം അതിമതിരെ മേലെ നടന്നിട്ട് അത് അത്ഭുതമായിട്ട് അത് കടലിലെ ചന്തത്തെ ജീവിങ്ങായിട്ട് ഇതിൽ ഉൾക്കത്തിൽ അത് ആക്കിപ്പെട്ടത്. വന്ന് നോക്കിയിട്ടാകുമ്പത്ത് ഈ സിംഹാസന കണ്ടിട്ടാകുമ്പത്ത് ഇത് സിംഹാസന അയിമയുടെ സിംഹാസനോടുള്ളിൽ പക്ഷെ അതൊരു ചെറിയൊരു ഡിസൈൻ മാത്രം അപ്പുറം ഇപ്പറാക്കിയത്. അപ്പം അയിമ അത്ഭുതമായിട്ട് കണ്ടിട്ടാണ്. ഇപ്പം അയിമയുടെ ടിക്കറ്റ് അത് അതേപോലെ കാണ്ട് ടൈമിലുണ്ട്.
അപ്പോൾ സുലൈമാൻ നബി അലൈഹി സ്വലാമുടെ ഈ മോചിതത്തെല്ലാം കണ്ട് ഈ രാജാധികാരവും കണ്ട് സുലൈമാൻ നബി അലൈഹി സ്വലാം പിന്നെ യഥാർത്ഥ നബിയും ആ രാജാവും എന്നെല്ലാം മനസ്സിലാക്കി ബിൽഖീസ് റാണി ഇസ്ലാം സ്വീകരിക്കുക മാത്രമല്ല സുലൈമാൻ നബി അലൈഹി സ്വലാമോട്ട് കൂടുകയും സുലൈമാൻ നബി അലൈഹി സ്വലാം അയിമരെ മഞ്ഞളാവുകയും ചെയ്തു. മഹാനായ സുലൈമാൻ നബി അലൈഹി സ്വലാം ലോകം അടക്കി ഭരിച്ച രാജാവായിട്ട് അതാച്ചു ഞാൻ എല്ലാ ജീവജാലങ്ങൾ എല്ലാ രാജാക്കന്മാരെയും എല്ലാം ഒതുക്കി ഭരിച്ച ഒരു രാജാവ് നാലാളിനാർ അതിൽ ഒരാളായിട്ട് മഹാനായ സുലൈമാൻ നബി അലൈഹി സ്വലാം. ബൈത്തുൽ മുഖദ്ദസിൽ ഒരു നാൾ നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോൾ സുലൈമാൻ നബി അലൈഹി സ്വലാം വഫാത്തായിട്ട്. അപ്പൊ സാധാരണ അങ്ങനെ ആയിട്ട് നിസ്കാരത്ത് റൂമ് പോയി ചിലപ്പോ 10 നാളും കളിട് 15 നാളും കളിട്. അപ്പൊ ഈ ജിന്നുങ്ങ ശൈത്താൻമാർ ഇങ്ങളൊട്ടി ആക്കിയ സ്വറ ഇങ്ങളൊട്ടി ഏൽപ്പിച്ച സ്വറ ഇങ്ങ ആക്കിക്കൊണ്ടിരിക്കുന്നത് ഇങ്ങളെ ഡ്യൂട്ടി ഇങ്ങ ആക്കിക്കൊണ്ടിരിക്കുന്നത് സുലൈമാൻ നബി അലൈഹി സ്വലാമിന്റെ ഒരു പേടി ഇങ്ങനെ. അങ്ങനെ സുലൈമാൻ നബി അലൈഹി സ്വലാം നിസ്കരിക്കുകയും ചിലപ്പോ 10 നാളും കളിട്ട് 15 നാളും കളിട്ട് ആ റൂമിലേക്ക് സുലൈമാൻ നബി അലൈഹി സ്വലാം നിസ്കരിക്കുന്നതിന്റെ ഇടയിൽ വഫാത്തായി. പക്ഷെ ഇത് നിങ്ങൾക്ക് ആർക്കും കൊണ്ടായിട്ടില്ല. പക്ഷെ നിങ്ങളോട്ട് ഏൽപ്പിച്ച സ്വറല്ല ഇതെല്ലാം ഇങ്ങനെ പേടിച്ചിട്ട് ആക്കിക്കൊണ്ടിരുന്നാണ്. വഫാത്തായിട്ട് നിങ്ങൾ ഇത് പുട്ട് വലിച്ചറിഞ്ഞു കൊണ്ടാണ്. അപ്പൊ ഇങ്ങൾക്ക് ഇത് കൊണ്ടായില്ല. സുലൈമാൻ നബി അലൈഹി സ്വലാം നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ബടി കുത്തി പിടിച്ചിട്ടായിട്ട് നിസ്കരിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ ഈ നിന്റെ നൃത്തത്തിലെ സുലൈമാൻ നബി അലൈഹി സ്വലാം ബാക്കി എത്ര 1 വർഷത്തോളം. പിന്നെ ഈ വടിക്ക് ഒതല് പിടിച്ചിട്ട് അതിതായിട്ടാകുമ്പോൾ ഈ ശരീരം ഈ സുലൈമാൻ നബി അലൈഹി സ്വലാമിന്റെ ശരീരം മെല്ലെ നിലത്തേക്ക് മറിഞ്ഞിട്ട് പോകുന്നു. അപ്പായിട്ട് എനിക്ക് മനസ്സിലാവിടെ വഫാത്തായിട്ട് വർഷമായിട്ട് ചെന്നിട്ട് മനസ്സിലാവിടെ ഒതൽ തിൻ്റെത് കണക്ക് കൂട്ടി മനസ്സിലാക്കിയിട്ടായിട്ട് അതിൻ്റെ സയന്റിസ്റ്റുമാർ മനസ്സിലാക്കിയത്. അപ്പൊ 1 വർഷമായിട്ടുണ്ടായിട്ട് സുലൈമാൻ നബി അലൈഹി സ്വലാം വഫാത്തായിട്ട്. അപ്പൊ 1 വർഷത്തോളം നിങ്ങൾക്ക് ഗൊന്തായിട്ടില്ല. ഇതിൽ 2 കാര്യമുണ്ട്. ഒന്ന് ഇവിടെ ഇങ്ങോട്ട് ഏൽപ്പിച്ച സ്വറ ഇങ്ങ് ഭർത്തിയാക്കുന്നുണ്ട്. 2 ഈ ജിന്നുങ്ങൾക്കെല്ലാം ഒരു വാദമുണ്ട് ശൈത്താന്മാർക്കല്ല. ഞങ്ങളെ തൊട്ട് മറഞ്ഞത് ഞങ്ങൾക്ക് ഗൊന്താവുള്ളൂ. അപ്പൊ അത് ബാത്തിലാക്കിയായിട്ടിരിക്കുന്നത്. അത് ഗൊന്താവുന്നു കണ്ടെങ്കിൽ 1 വർഷത്തോളം ഇങ്ങോടെ സുലൈമാൻ നബി അലൈഹി സ്വലാമിന്റെ അണ്ടറിലായിട്ട് ഈ സ്വറ എടുക്കലത്ത്. അപ്പൊ ഇങ്ങക്ക് ഗൊന്തായിട്ടില്ലേ. അപ്പൊ ഇങ്ങക്ക് മറഞ്ഞ കാര്യം ഗൊന്താവില്ല എന്ന് മനസ്സിലാക്കി കൊടുത്തതായിട്ട് മഹാനായ സുലൈമാൻ നബി അലൈഹി സ്വലാം 53 വർഷമായിട്ട് ജീവിച്ചത്. 40 വർഷം അതിൽ ഭരണം നടത്തിയത്. 13 വർഷത്ത് ഭരണം നടത്തി. ഭരണത്തിന് 10 40 വർഷം ഭരണം നടത്തി. ടോട്ടൽ 53 വർഷം. അപ്പൊ അള്ളാഹു റബ്ബ് സുബ്ഹാനഹു തആല പ്രശംസിച്ചിട്ടൊന്നൊരു നബിയായിട്ട് മഹാനായ സുലൈമാൻ നബി അലൈഹി സ്വലാം. ഖുർആന്റെ പല ഭാഗങ്ങളിലായിട്ട് സുലൈമാൻ നബി അലൈഹി സ്വലാമിന്റെ ചരിത്രം വിവരിച്ചു. അള്ളാഹു റബ്ബ് സുബ്ഹാനഹു തആല അങ്ങനെയൊക്കെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ ദുനിയാവും ആഖിറവും അള്ളാഹു വിജയിപ്പിച്ച് തരട്ടെ. ദുആ വസിയത്തോടു കൂടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി